ഭൂമി പോലെ ആവണമെന്ന് പെണ്ണെടുത്തിരുന്നു. എങ്കിലോ നിന്റെ ഭർത്താവ് ആകാശം പോലെ നിനക്ക് തണലിടാണ്ടതും നല്ല ക്ഷമയുള്ളെങ്കത്തെ പെണ്ണാവണം ഭൂമി. ഈ പെണ്ണ് ഭൂമിയെ പോലത്തെ പെണ്ണാവണു ഈ മർമൂളായി ബണ്ടെങ്കെത്താൾ. പക്ഷെ ചില ആൾമാർ അങ്ങനെ കാക്കമാമി ആക്കണെങ്കത്തെ ഹിംസര ಬಗ್ಗೆ ചൊല്ലാറ് ബുദ്ധിമുട്ടു. എന്തേ നന്റെ ഉത്തരവ് പുറത്തൊരു പെണ്ണ് കടന്നു വന്നാലുണ്ടായെങ്കിൽ അവൾ നന്റെ ഉത്തരവ് സ്വത്തരവൾ അല്ലേ അല്ല. അവൾക്ക് എല്ലാ സൗകര്യങ്ങളാക്കി കൊടുക്കേണ്ട ബാധ്യത ഈ ഭർത്താവ് കൊണ്ടു. ആ ക്ലാസ് ഇത് കേട്ടെങ്കിൽ ഭർത്താവിടെ തലക്കും തലനൊമ്പാവൂ ഇങ്ങനെല്ലാം ഉണ്ടാണ്ട് തൽക്കാലം ഇപ്പൊ ഞാൻ ചൊല്ലൂല്ലേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു പെണ്ണ് ആക്കി കൊടുക്കണ എങ്കത്തെ ബാധ്യതകൾ എത്രയാണ്. അങ്ങനെ നോക്കുമ്പോ പെണ്ണിന് സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുക്കില്ല എന്ന് ചൊല്ലവൻ തനി വിഡ്ഢിയാണ്, ജാഹിലാണ്. പെണ്ണ് ഇസ്ലാമിയുടെ ഭാഷയിൽ റാണിയാണ്. അവൾ വലിയ റാണിയാണ്. അത്രയും വലിയ സ്വാതന്ത്ര്യം കൊടുത്തിട്ടു അവളുടെ ഉന്നതമായ സ്ഥാനത്തിൽ പെണ്ണ് നിപ്പാട്ടിട്ട്. പക്ഷെ അത് മനസ്സിലാക്കൂ, ചില ഇസ്ലാമിയുടെ ഉൾഗമയെ ഉള്ളെങ്കത്തെ വിവരദോഷികളായ പെണ്ണിങ്ങൾ ഒന്നില്ല. അങ്ങ് വിചാരിച്ചാറ് ഇതെന്തും സ്വാതന്ത്ര്യമല്ല, ഞങ്ങൾ റോഡ് സൈഡിൽ തെണ്ടതാണ് സ്വാതന്ത്ര്യം. ആര് ചൊന്നെ റോഡ് സൈഡിൽ നീ തെണ്ടിയാണ്ടായെങ്കിൽ കുറച്ചു കാലം നിന്റെ കൊമ്പോയി അനുഭവിക്കുക, ആൾ മാറിക്കുവാറ്. പക്ഷേ നീ കാലകാലം ഖേദിക്കണാവൂ. ബംഗാറിന്റെ അങ്ങടിക്ക് പോയിട്ട് നിങ്ങൾ ബംഗാർ എടുക്കുമ്പോ ആ ബംഗാറിന്റെ അങ്ങടി സുബ്ഹാനല്ലാഹ് ബംഗാറെ അവൻ എത്രയാണ് സൂക്ഷ്മമായിട്ട് വെച്ചിരിക്കണേ, എവിടെയാണ് വെച്ചിരിക്കണേ. അതിനെ നക്ക് തറുമ്പോഴും അവನು പെട്ടിയാക്കിയിട്ട് വളരെ ജാഗ്രതയോടെയാണ് ഈ പെണ്ണുടെ തന്റെ ഈ ബംഗാറിന്റെ തന്റെ. എങ്കിൽ പെണ്ണ് ഇസ്ലാം ആ ബംഗാറിനാട്ടി അപ്പുറത്ത് സ്ഥാനം കൊടുത്തു. ഏത് ജ്വല്ലറുടെ ആളും ഈ ബംഗാറിലെ അവന്റെ ജ്വല്ലറുടെ ബായിലെ മുട്ട വന്നിട്ട് വച്ചെത്തിയിട്ട് കൊണ്ടുള്ളേ. എന്തുകൊണ്ടു? ಅದಕ್ಕത്ര വിലയുണ്ടു. അതേ സമയത്ത് അങ്ങോട്ട് സൈഡിൽ ഈ ഉപ്പിട് കോണിയെല്ലാം ഇക്കിടല്ല. അത് കാരെങ്കിലും അങ്ങോട്ട് ഉൾക വെക്കലുണ്ട്. അത് പുറത്ത് പോയി പോട്ടുണ്ടോണ്ട് പേരിക ഒരു നാളെ ഉപ്പിട് കോണി പുറത്ത് പോയി കൊണ്ട് തലവെച്ചമയില്ലേ. ഉപ്പിട് കൊണ്ട് കൊണ്ടുപോയിട്ട് ആറ് ഉൾക വെച്ചിട്ട് ഭയങ്കര ഉൾഗാറും വെക്കില്ലേ. അതിൽ പുറത്തിട്ട് കൊണ്ട് അതുക്കാറ് സെക്യൂരിറ്റിയും വെക്കില്ലേ. അതേ സമയത്ത് ബംഗാർ അങ്ങോട്ട് മുന്നിൽ എത്ര സെക്യൂരിറ്റിയാണ് വേണേ. എങ്കിൽ മനസ്സിലാക്കുന്നു, ഇസ്ലാം പെണ്ണ് കൊടുത്തെങ്കത്തെ സ്ഥാനം ബംഗാറിന്റെ അപ്പുറമാണ്. അതുകൊണ്ടാണ് അവൾ ഹിജാബ് ധരിക്കണമെന്ന് ഇസ്ലാം ചൊന്നേ. അതേ സമയത്ത് നിങ്ങൾ അങ്ങാടിക്ക് തർക്കാരികൾക്ക് പോയാറുണ്ടായെങ്കിൽ അവിടെ ചില സാധനങ്ങളുണ്ട്. മുറിഞ്ഞ സാധനമില്ല, മുറിഞ്ഞയുടെ കൊമ്പു അത് നാണ് എടുത്താണ്ടെങ്കിൽ 1 kg അല്ലെങ്കിൽ 1/2 kg തിരടുത്താണ്ടെങ്കിൽ അതിലങ്ങ് വലിയ വെട്ടിരുകത്തെ വെട്ടിയാക്കിയിട്ട് ആറും തണ്ടല്ല. അത് റോഡ് സൈഡിൽ വിത്തോണ്ടിരിക്കാറ്. ഇസ്ലാമുടെ പെണ്ണ് ബംഗാറാണ്. അല്ലാണ്ട് നിനക്ക് സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ ആള് ചിലപ്പോൾ അങ്ങനെ ആയിട്ടിരിക്കും. അതിലെ കാലി ഈ മുറിഞ്ഞയുടെ കൊമ്പടെ ഫുള്ള് പോലും ബന്ധാക്കില്ലല്ലേ. കാലി ഈ മുട്ടുപോക്കുള്ളയുടെ മാത്രം ബന്ധാക്കി 5 മാത്രം കടലാസ് കെട്ടിയിരുന്നുണ്ട്. ഇതൊക്കെ പോണിയും എനിക്ക് എത്ര വില ഉള്ളേ. ഇസ്ലാമിന്റെ പെണ്ണ് അങ്ങനെ ആരും വിചാരിച്ചിട്ടുണ്ടാ. ഇസ്ലാമു ബംഗാറിന്റെ അപ്പുറത്തെ സ്ഥാനം ഇസ്ലാമു പെണ്ണ് കൊടുത്തോണ്ടുള്ളൂ. അപ്പൊ ഞാൻ ചെന്ന് ഈ പെണ്ണുക്ക് വലിയ സ്വാതന്ത്ര്യം ഉണ്ടു, പെണ്ണുക്ക് മഹത്വം ഉണ്ടു, പെണ്ണ് ക്ഷമിക്കണം. പക്ഷേ അവിടെ അങ്ങേയറ്റം ഓവറായ സമയത്ത് ചില പെൺമക്ക ചില നടപടി സ്വീകരിക്കാറും കേൾക്കാറ്. ഇങ്ങനെ ആക്കമാക്ക് സഹിക്കില്ല, സഹിച്ച് എങ്ങനെയാണ് സഹിക്കും. ഈ അടുത്ത് തങ്ങളുടെ അനുഭവം കൊണ്ടു ഒരു പെണ്ണ് ಭರ್ತಾವಳ ಸಮಸ್ಯೆ കൊണ്ട് വന്നിട്ട് 30 ವರ್ಷ ಸಮಸ್ಯೆ ಅವರು ತಂಗ APS ತಂಗೋ ನಿಮಗೆ ಸ್ವರ್ಗದಲ್ಲಿ ಆಯ ಗಂಡ ಸಿಗಲಿ ಗಂಡ ಅಲ್ವಾ അപ്പോൾ തമ്മയ സ്വർഗത്തിൽ ഉടൻ 30 ವರ್ಷ സഹിച്ച് തമ്മ ഈ സ്വർഗത്തിൽ നമുക്ക് വേണ്ടാണ്ട് ആ പെണ്ണ് ചെന്നാറുണ്ട്. കൂടെ ഒരു അനുഭവം ചെന്ന് എന്റെ 30 ವರ್ಷ അപ്പൊ എന്ത് ഭർത്താവായിരിക്കൂ. ഇസ്ലാം നല്ല ഹുലുക്കുണ്ടല്ലേ, നല്ല സ്വഭാവം. ഈ ഗാഞ്ച വലിക്കടെ അതുപോലെ മോശമായ സാധനങ്ങൾ തിന്നിട്ട് സ്വന്തം ഭാര്യയുടെ മുട്ട കൊണ്ടെങ്കത്തെ ഭർത്താക്കന്മാർ എത്ര അക്രമാണ്. അവനേതായാലും അവൻ സ്വന്തമായിട്ട് ആക്കിടാണ്ടായത് വേറെ വിഷയ. അവനൂടെ ഈ ഭാര്യയെ ഉപ്പതറാക്കിക്കൊണ്ടുള്ള ഇത് പാടുണ്ട. നല്ല ഹുസ്നുൽ ഹുലുക്ക് വേണ്ടുന്ന ഇതെല്ലാത്തിനും ഭാഗമാണ്. നീ നല്ല മണമുള്ളെങ്കത്തെ ആളാണോ, തീവുള്ള ആളാണോ, തയ്യബാണോ നീ. ഓണീ കിട്ടിയ സംഗവസനെല്ലാം തിണ്ടിട്ട് വായിൽ നിറച്ചുകൊണ്ട് റബ്ബേ ഭാര്യയുടെ മുട്ട പോകുമ്പോ എങ്ങനെ സഹിക്കും ആ ഭാര്യ. പൊന്മുഴുസ്ഥാനൊരു അനുഭവം ചെന്ന് ഒരാൾ വന്നൂല. അയാൾ വന്നിട്ടുള്ളേ നന്റെ പെഞ്ഞായി നന്റെ ഒട്ടിയെ തലാ കേട്ടുള്ള എന്തെടുക്കുന്ന കുറിച്ചില്ല. അങ്ങനെ ഇയാൾ വന്ന് കേൾക്കുമ്പോൾ ഉസ്താദ് ബാക്ക് കൊണ്ട് ഇയാൾ എതിരെതിരുവുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഉസ്താദ് ചൊല്ലണായി വന്നിട്ട് നിന്റെ പെഞ്ഞായി തലാ കേൾക്കണ ഇത് കേൾക്കും. ഞാനിപ്പോൾ ബാക്ക് പോയിട്ടുള്ളൂ. അതിക്ക് നക്കി ഒരു മിനിറ്റിൽ സഹിക്കാൻ സാധ്യയില്ലപ്പാ. നിന്റെ പെഞ്ഞായി ലൈഫിലാവുന്ന സഹിക്കുന്നുണ്ട്. എങ്ങനെ സഹിക്കുമ്പോൾ അപ്പൊ ഈ പെണ്ണ് കാക്കണമെങ്കിൽ അക്രമാണ്. അതുകൊണ്ടെങ്കിൽ തൊലാക്ക് ചൊല്ലുകൊണ്ടല്ല ഞാൻ ഈ ചൊന്നത്. പക്ഷേ ഭർത്താവായ ആൾ ചിന്തിക്കണ്ടേ, ഓണി കള്ളു കുടിക്കരുത്. അങ്ങനത്തത് മുസ്ലിം സമുദായത്ത് വ്യാപകമാവുടെ ദുരന്താണ്. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ ഭാരക്കാർ ഞങ്ങളുടെ മക്കൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇതെല്ലാം കൊണ്ട് ഉൾക എടുത്തിട്ട് സ്വന്തം ഭാര്യയുടെ മുട്ട പോകുമ്പോൾ അവർ എങ്ങനെ സഹിക്കും? ഇത് വലിയ അക്രമമാണ്. ഇതിനാട്ടി വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഈ കേട്ട് ഞാൻ ഈ മാമിനെ ಬಗ್ಗೆ ഞാൻ ചൊന്ന ഒരാൾ ഉദാഹരണം ചൊന്ന അനുഭവം. ഒരൗത്തുകു 2 മർമക്കന്മാരായിട്ട് വന്നാറ്. 2 ആൺമക്കൾ മങ്ങിലായി നോക്കുമ്പോ അവിടെ
സുബ്ഹാനല്ലാഹ് ഔത്ത് ഭരിക്കുന്നത് മാമിയാണ്. ഈ വിചാരിച്ചിട്ട് എന്താ മർമ്മക്കന്മാർ വന്നെങ്കിൽ ഞാൻ ആളെ താക്കണം സൈക്കോ തീരാണ്ട് അങ്ങ് പോയാറ്. അങ്ങനെ മൂന്നാമത്തെ ഒരാൾ മങ്ങിലായി. അങ്ങനെ മങ്ങിലായിട്ട് തുടങ്ങിയിട്ട് ഇവിടെ ഇത് തുടങ്ങണമല്ല. ആരോഗ്യമുള്ള സമയത്ത് മാത്രം അത് നടക്കുമത്രേ. അയ്യോ ബോധം വേണം നക്ക് ആരോഗ്യം നല്ലത് നശിച്ചെങ്കിൽ നല്ല നോക്കുക ഇതേ ആൾമാരാവണം. അങ്ങനെ രണ്ടാൾമാർ ഇറങ്ങിപ്പോയാൽ മൂന്നാമത്തെ മർമ്മോൾ വന്നാൽ ഊൻ എത്ര സൈക്കിളാവാം. ഒരു ഉദാഹരണമാണ് ഇതോടെ നടന്ന വിഷയം പറഞ്ഞ ഒരു ഉദാഹരണം. അങ്ങനെ ഈ എത്രത്ത് നിന്നിട്ട് എത്രത്ത് തെച്ചിട്ട് വലിയ അവളോട് കീഴിലെ കട്ടിയിൽ തെച്ചിടാൾ അവൾ എന്തോ ഒരു ഉദാഹരണം അങ്ങനെ കേട്ടു. ഞാൻ എത്രത്തെ നന്റെ എല്ലാം ബഹുമാനിക്കണം ആദരിക്കണം 8 ദിവസം സമയത്തിലാവണം മർമ്മോളല്ലേ സ്വത്തവളല്ലേ. അതുകൊണ്ട് ഞാൻ എത്രത്തെ വെച്ച് നീനെവിടെ തെക്കടെ ഞാൻ അതിനായിട്ട് കീഴിലെ കട്ടിയിൽ തെക്കടെ ആദരിച്ചിട്ട് കീഴിൽ തെച്ചിട്ട് അപ്പൊ ഞാൻ ആ കട്ടിയിൽ വെച്ചെങ്കിൽ നീ എവിടെ തെക്കുവേ. ഞാൻ അതിനായിട്ട് കീഴിൽ കുറിച്ചിട്ട് തെക്കടെ കുറിച്ചു തെറ്റെങ്കിൽ ഞാൻ എന്താക്കുവേ കുറിച്ചു തെറ്റെങ്കിൽ ഞാൻ കീഴ് മന വെച്ച് തെക്കടെ മർമ്മോളല്ലേ തെക്കണം. അങ്ങനെ സഹിക്കണോ പിന്നെ ഞാൻ മനയിൽ തെച്ചെങ്കിൽ നീ എന്താക്കുവേ. ഞാൻ മനയിൽ തെച്ചെങ്കിൽ ഞാൻ തരൽ തെക്കുവേ കീഴ് ടൈൽസിൽ തെക്കുവേ. ഞാൻ അവിടെ വന്ന് തെച്ചെങ്കിൽ നീ എന്താക്കുവേ. ഞാൻ അപ്പുറത്തെ തിട്ട ഉണ്ടല്ലോ പുറത്തത് അതിൽ തെക്കുവേ. തിട്ട തെച്ചെങ്കിൽ എന്താക്കുവേ. തിട്ട തെച്ച് ഞാൻ ജാലിൽ തെക്കുവേ. നല്ല മർമ്മോൾ മസാല ജാലിൽ തെച്ചെങ്കിൽ നാണത്തെല്ലാം അപ്പുറം പോയിട്ട് കീഴ് തെക്കടേ. ഞാൻ അവിടെ വന്ന് തെച്ചെങ്കിൽ നീ എന്താക്കുവേ. ഓ എന്താവും നിങ്ങൾ അവിടെ തെച്ച അപ്പുറത്ത് ഗുണ്ടി എടുത്തിട്ട് അതിലൂടെ ഞാൻ തെക്കടേ. ഞാൻ ആ ഗുണ്ടിയിൽ തെച്ചെങ്കിൽ എന്താക്കുവേ എന്താക്കുവേ. നിങ്ങൾ ആ ഗുണ്ടിയിൽ തെച്ച ഇനി മണ്ണിട്ടത് മൂത്രല്ലേ. ഇനി ആ ഗുണ്ടി ഇനി അപ്പുറം ഇല്ല. തീർത്ത് പൂച്ച കഴുത്തിൽ പിടിച്ച പോലത്തെ വിഷയ ഗുണ്ടിയെടുത്ത് കൂത്തിരുന്ന ഈ ചൊല്ലാതല്ല. ഇതൊരു ഉദാഹരണയാണ്. അങ്ങനെ ഇൻസാക്കറിൻ ചൊല്ലി എന്തൊരു മുസീബത്തോടെ എത്ര ബുദ്ധിമുട്ടിയത് ഇതിവിടെ ആയിരുന്നിട്ടല്ല. അങ്ങനെ എത്തിയിട്ട് ഓ ഇതൊരു അടിമേണ്ട് വിചാരിച്ചില്ലേ. ആര് ചൊന്നു ഇത് അടിമേണ്ട് ഒരിക്കലും അടിമയല്ല. അങ്ങനെ അവിടെ എത്തിയെങ്കിൽ ലാസ്റ്റ് ഖലാസ് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. തീൻ തൗഹീദ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഞങ്ങളെല്ലാം നന്നാക്കി തരുമാറാവട്ടെ.